സ്വന്തം ഭാര്യയായിരുന്നവളോട് കാണിച്ച ചതി നമ്മളെല്ലാം കണ്ടതല്ലേ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നിൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചില്ലേ? അതിനേക്കാൾ വലുതല്ലല്ലോ ഇത്. സൂര്യയെ ജ്യോതി നിർബന്ധിച്ച് ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞു വിട്ടത് ഏട്ടൻ ഒട്ടും രസിച്ചിട്ടില്ല. സ്വന്തം ജീവിതം അവൻ തന്നെ എറിഞ്ഞൊടിച്ചതിന് വേറെ ആരെങ്കിലും ഉത്തരവാദിയാണോ? ഞാനായിട്ടൊരു പ്രതികാര നടപടിക്കുമില്ല. ചിത്രയ്ക്ക് വേണ്ടിയാ ഞാൻ പലപ്പോഴും ക്ഷമിച്ചത്. ഇനി അത് വേണ്ടടിക്ക്. ഇങ്ങോട്ടില്ലാത്ത ദയ അങ്ങോട്ടും കാണിക്കേണ്ട ഒരു കാര്യമില്ല. അവൾക്ക് നല്ല വിഷമമുണ്ട്. വിഷമിച്ചിട്ട് എന്ത് കാര്യം? ഒന്നും അവളുടെ തെറ്റല്ലല്ലോ. അവനവന് വീഴാനുള്ള കുഴി അവനവൻ തന്നെ തോണ്ടുന്നതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ആദ്യം ഇവൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടട്ടെ, എന്നിട്ടാവാൻ ബാക്കി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ പടി ചവിട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഗെറ്റ് ഔട്ട്. പത്മാവതിയമ്മ ക്ഷമിക്കണം, ഞാൻ വഴക്കിന് വന്നതൊന്നുമല്ല, ഡേക്കെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? നീ എന്തിനാ അവനെ കാണാൻ വരുന്നത്? ഒരു ക്ഷമ പറയാം. അണലിപ്പാമ്പിന് വിഷമില്ലാന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ? നീ എന്റെ മോനെ കാണണ്ട, പൊയ്ക്കോ. അണലിയെന്നോ രാജവെമ്പാലയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഇത്രയും ദൂരം ഞാനിവിടെ വരെ വന്നിട്ട് ഡേക്കെ ഒന്ന് കാണാതെ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? പോണം, പോയേ പറ്റൂ. ഈ വീടിനോടും എസ്കയോടും നിങ്ങൾ ചെയ്ത ക്രൂരത ആരും മറന്നിട്ടൊന്നുമില്ല. മുന്നിൽ വന്ന് നിൽക്കുന്നത് ശത്രുവാണെങ്കിൽ പോലും ആദിത്യ മര്യാദ കാണിക്കുന്നവരാണ് അമരാവതിക്കാർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മര്യാദയും മാന്യതയൊക്കെ അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പഴമക്കാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അമ്മയാണ്. സ്വന്തം മകളുടെ കാര്യത്തിൽ ഏതൊരമ്മയും പോലെ ഞാനും സ്വാർത്ഥയായിട്ടുണ്ട്. പക്ഷേ അതൊന്നും മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയതാ. നോ, ഐ ഡോണ്ട് ബിലീവ് യു. എങ്ങനെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല. പത്മാവതിയമ്മേ, ദേവി ഇത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഞാൻ വന്നത് ഒരു അപേക്ഷയുമായിട്ടാണ്. അപേക്ഷയോ? അതെ, ശിവ ഇനിയും എന്റെ മകളുടെ പിന്നാലെ വരുമോ എന്ന ഭയം എനിക്കുണ്ട്.
അനിയനെ ഇനിയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയാ. അതിനാ ഞാൻ വന്നത്. ആ DKക്ക് മാത്രമേ അതിന് കഴിയൂ. അന്ന് സ്റ്റേഷനിൽ വെച്ച് അറിയാതെ ചില പാഴ്വാക്കുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എത്ര ക്ഷമ ചോദിച്ചാലും DK കാണാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ SKയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അവൻ ഇനി നിങ്ങളുടെ മകളെ തേടി വരില്ല. ജ്യോതിയുടെ വാക്കിന് SK അത്ര വില കൽപ്പിക്കൂ? ഞാൻ അവന്റെ ഏട്ടത്തിയമ്മയാ. അവനെ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. നല്ലത്, ഞാൻ ഈ വാക്ക് വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടം വരെ വന്നിട്ട് DK കാണാതെ പോയാ അത് തെറ്റായി പോവും ജ്യോതി. എനിക്ക് DK നേരിട്ട് കണ്ട് ഒരു സോറി പറയണം. ജ്യോതി അതിന് അനുവദിക്കണം പ്ലീസ്. ബേട്ടി, ഇത്ര റിക്വസ്റ്റ് ചെയ്തതല്ലേ, നീ ഒരു DK വിളിച്ചോണ്ട് വാ. അമ്മേ, ഇവര് ഞാനല്ലേ പറയുന്നത്, മോള് പോയി അവനെ വിളിച്ചോണ്ട് വാ. ചെല്ലേ. കമോൺ. DKയെ കണ്ടേ തിരിച്ചു പോകൂ എന്ന് ഈ ഹിരൺമയി തീരുമാനിച്ച കണ്ടിരിക്കും. അതിന് ഏതടവും പയറ്റും ഈ ഹിരൺമയി. DK അമരാവതിയുടെ നെടുന്തൂ, അത് കടപുഴകി വീഴുന്ന ദിവസം വിദൂരമല്ല. ഇരിക്കൂ. കുടിക്കാൻ കോഫി, ടീ? നോ താങ്ക്സ്.